എന്താ പറയണെന്നുള്ള ഉത്തരം പറയുന്നുണ്ടോ? ഒരു നക്ഷത്രം കൂടെ ഉണ്ട്. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഏറ്റവും അടുത്തിരിക്കുന്ന സാധന സൂര്യൻ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തിരിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു നക്ഷത്രം കൂടെ ഉണ്ട്. അത് ഞാൻ ചോദിക്കൂല, ഇത് പറഞ്ഞു തന്നാൽ മതി. സൂര്യന്റെ അപ്പുറത്തുള്ള നക്ഷത്രം ഏതാ? തൊട്ടടുത്തിരിക്കുന്ന ദ സെക്കൻഡ് നിയറസ്റ്റ് സ്റ്റാർ. അറിഞ്ഞോ? വെറുതെ കൈപ്പൊക്കിയതാണോ അല്ലെങ്കിൽ ചോദ്യം? നല്ല സയൻസൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ വിചാരിക്കും ഒരു തലക്കെട്ടും കെട്ടിരിക്കുമ്പോൾ ഒന്നും തിരിയില്ല. നല്ല പഠിച്ച ആൾക്കാരുണ്ട്. നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ ചിലരൊക്കെ ഒരു പൊളിറ്റിക്സൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അല്പം വേൾഡ് പൊളിറ്റിക്സൊക്കെ ഇങ്ങനെ മണിമണിയായി പറയുന്ന നല്ല പ്രായമുള്ള പത്രം വായിച്ചിട്ടും ന്യൂസ് നോക്കിയിട്ടൊക്കെ നല്ല അറിവുള്ള ആൾക്കാരുണ്ട്. ഏതായിരുന്നാലും ഇത്തരൊന്നും കാണുന്നില്ല. ആരും പറഞ്ഞാണെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ ഒരു സമ്മാനം തരാൻ പൂതി ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. സെഞ്ചുറി. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു വാക്കുണ്ട്, പ്രോക്സിമ സെഞ്ചുറി എന്നാണ് അതിൻ്റെ പേര്. എന്ന പേര് സമ്മാനം തരാം. ഏതായാലും സമ്മാനത്തിന് ഒരാളെ കിട്ടിയല്ലോ. പ്രോക്സിമ സെഞ്ചുറി എന്നാണ് അതിൻ്റെ പേര്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആൽഫ സെഞ്ചുറി ഉണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഇന്ന് ലോകം വലിയ മേന്മ കാണിക്കുന്നത് ചൊവ്വയിൽ പോയി എന്ന് പറയാനാണ്. ഇനി പറയും യുറാനസിൽ പോയി, നെപ്റ്റ്യൂണിൽ പോയി, പ്ലൂട്ടോയിൽ പോയി, ഇങ്ങനെ പലതും പറയും. പക്ഷേ പുണ്യനബിയുടെ മെഅറാജിനോളം ഖിയാമത്ത് നാൾ വരെ ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ ഒരാളും നടത്തിയതായിട്ട് പറയാൻ പോലും കഴിയാത്ത വിധം ഹബീബിന്റെ മുഅ്ജിസത്തിനെ അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അറിയായിരുന്നു അല്ലേ? കേട്ട് പരിചയമുണ്ട്. ഗൂഗിൾ നോക്കിയിട്ടില്ലല്ലോ? ഇല്ല, വെറുതെ ചോദിച്ചാട്ടോ. മുഹമ്മദ് ഫാദിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രോക്സിമ സെഞ്ചുറി എന്നാണ് ഇതിന്റെ പേര്. പ്രോക്സിമ സെഞ്ചുറി. എത്ര ദൂരം എന്നറിയോ? ഭൂമിയിൽ നിന്ന് അതിന്റെ ദൂരം 4.2 ലൈറ്റ് ഇയേഴ്സ്, 4.2 പ്രകാശവർഷമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ? ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 94,400 കോടി കിലോമീറ്ററാണ്. ഒരു പ്രകാശവർഷം 94,400 കോടി കിലോമീറ്റർ എന്ന് പറഞ്ഞു നോക്കി. 94,400 കോടി. അങ്ങനെ വരുമ്പോഴേ ഒരു പ്രകാശവർഷം. അങ്ങനത്തെ 4 പ്രകാശവർഷവും പ്ലസ് 2 മാസവും സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പ്രോക്സിമ സെഞ്ചുറിയുടെ ഒരു പ്രകാശം ഭൂമിയിലേക്ക് പുറപ്പെട്ടാൽ ആ പ്രകാശം ഇവിടെ എത്തുന്നത് മിനിമം 4 ലക്ഷം കോടി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായി ഭൂമിയിലേക്ക് എത്താൻ. അപ്പൊ എത്രയാ എൻ്റെ ദൂരം ആലോചിച്ച് നോക്കി. ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള നക്ഷത്രത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പേരുണ്ട്, എറൻറ്റൽ എന്നാണ് ഇതിൻ്റെ പേര്. എറൻറ്റൽ 28 ബില്യൺ പ്രകാശവർഷങ്ങൾ അകലെയാണ്. യാ അല്ലാഹ്, 28 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ എന്താ പിന്നെ പറയാ? 28 ബില്യൺ പ്രകാശവർഷം. ഒരു പ്രകാശവർഷം നേരത്തെ പറഞ്ഞ 94,000 സംതിങ് കോടി കൊല്ലങ്ങൾ, കോടി കിലോമീറ്ററാണ്. അങ്ങനെ വരികയാണെങ്കിൽ 28 ബില്യൺ കൊല്ലം. ബില്യൺ എന്ന് പറഞ്ഞാൽ 100 മില്യണുകൾ കൂടുമ്പോൾ ഒരു ബില്യനാണ്. മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. അങ്ങനത്തെ 110 ലക്ഷം കൂടുമ്പോൾ ഒരു ബില്യനാകും. അങ്ങനത്തെ 28 ബില്യൺ പ്രകാശവർഷങ്ങൾക്ക് അകലെ കിടക്കുന്ന നക്ഷത്രമാണ് എറൻറ്റൽ എന്ന് പറയുന്ന സാധനം. അവിടേക്ക് ഇന്ന് നാസയും മറ്റും വിടുന്ന സ്പേസ് ഷട്ടിലുകൾ ചൊവ്വയിലേക്ക് പോകാനും ചന്ദ്രനിലേക്ക് പോകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് അവിടേക്ക് എന്തായാലും നടക്കൂല. നേരത്തെ പറഞ്ഞ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് 4.2 പ്രകാശവർഷം ദൂരെയാണത്. അവിടേക്ക് എത്തണമെങ്കിൽ ഈ പോകുന്ന റോക്കറ്റിൻ്റെയോ സ്പേസ് ഷട്ടിലിൻ്റെയോ ഇന്നത്തെ സ്പീഡിൽ സൂര്യന്റെ തൊട്ടപ്പുറത്തുള്ള ഈ പ്രോക്സിമ സെഞ്ചുറി എന്ന നക്ഷത്രത്തിലേക്ക് മനുഷ്യന് എത്തണമെങ്കിൽ 6,300 വർഷങ്ങൾ എടുക്കുന്നതാണ്.
ഇന്നിപ്പോൾ ഈ ചുന്തലിലേക്ക് പോണ ആ സാധനത്തിൻ്റെ സ്പീഡ് പോയാൽ 6400 വർഷങ്ങളെടുക്കും അത് അവിടെ എത്താൻ. മനുഷ്യനിപ്പം മാക്സിമം ഒരു 150 കൊല്ലമൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. എങ്ങനെ എത്താനാ? അത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള സാധനം. പിന്നുണ്ട് ഈ 38 ബില്യൺ കൊല്ലങ്ങൾക്കപ്പുറമുള്ളത്. ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. അതാ സൂറത്തുൽ മുൽക്ക്, വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഒന്നാം ആകാശത്തെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചവനാണ് അല്ലാഹു ജല്ല ജലാലു. എല്ലാ നക്ഷത്രങ്ങളും ഇങ്ങനെ 1 ബില്യൺ നക്ഷത്രങ്ങൾ ഉള്ള താരസമൂഹത്തെയാണ് ഒരു ഗാലക്സി എന്ന് വിളിക്കുന്നത്. ഒരു ഗാലക്സി, അതിൽ മിനിമം 1 ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ടാവും. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 10 ലക്ഷം ആകുമ്പോൾ 1 മില്യനായി. 100 മില്യൺ ആകുമ്പോൾ 1 ബില്യൺ. 1 ബില്യണിലേറെ നക്ഷത്രങ്ങൾ. അതിൽ ഏറ്റവും അടുത്തുള്ള സാധനത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഉണ്ട്, നമ്മൾ കൂട്ടിയിട്ടില്ല. ഇങ്ങനെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള താര ജമാഅത്തുകളുണ്ട്, സമൂഹങ്ങളെ. അതിനെയാണ് ഗാലക്സി. നമ്മൾ ഗാലക്സി ചോക്ലേറ്റ് കുട്ടിയൊക്കെ അറിയുള്ളൂ അല്ലേ? ഗാലക്സി സ്മൂത്തി. വായിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് ചില ആൾക്കാർക്ക്. നക്ഷത്ര സമൂഹത്തിന് പറയുന്ന പേരാണത്. അങ്ങനത്തെ എത്ര സമൂഹം ഉണ്ടെന്ന ലോകത്ത് മോർ ദാൻ എ ബില്യൺ. 1 ബില്യണിലേറെ ഉണ്ടാവും ഒരു സമൂഹത്തിൽ തന്നെ. അങ്ങനത്തെ ബില്യൺ സമൂഹങ്ങളുണ്ട് നക്ഷത്രങ്ങൾക്ക്. ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന് താഴെയാണ്. അതല്ല വിറ്റ് ഈ നക്ഷത്രങ്ങൾ മുഴുവൻ മനുഷ്യന് മനസ്സിലായ പ്രപഞ്ചത്തിൻ്റെ 6% മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി 94% മനുഷ്യൻ്റെ കണ്ണുകൊണ്ടോ ഒരു യന്ത്രം കൊണ്ടും കാണാൻ പറ്റാത്ത ഡാർക്ക് മാറ്ററുകളെ കൊണ്ടാണ് പടക്കപ്പെട്ടിരിക്കുന്നത്. യാ അല്ലാഹ്, ഈ പറഞ്ഞ ലോകം മുഴുവൻ ആകെ 6%. അതും കടന്നിട്ട ഒന്നാം ആകാശത്തേക്ക് എത്തുള്ളൂ. അതും കഴിഞ്ഞാണ് 2, അതും കഴിഞ്ഞാണ് 3, 4, 5, 6, 7. ഹബീബിനെ കൊണ്ടുപോയപ്പോ അല്ലാഹു ദൂരത്തെ ചുരുട്ടി മടക്കി കൊടുത്തുന്ന ഏതുപോലെ പുസ്തകത്തിന്റെ ഏട് ചുരുട്ടുന്ന പോലെ അള്ളാഹുവിന് പ്രപഞ്ചത്തെ ചുരുട്ടാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെയാണെങ്കിൽ ഒരു എറുമ്പിന്റെ വിരലിന്റെ തലയിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ എറുമ്പിന് എൻ്റെ ഷോൾഡറിലേക്ക് എത്തണം. മൂപ്പര കുഞ്ഞിക്കാലോട് നടന്ന എത്ര സമയം എടുക്കും? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ കൊടുത്തു. പെട്ടെന്ന് ലാൻഡ് ചെയ്തു. ഈ ദൂരം മുഴുവൻ ചുരുട്ടി കൊടുത്തു പുണ്യ ഹബീബിന് വേണ്ടി. അല്ലാഹു ഭൂമിയിലെ ദൂരം കുറച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട് അള്ളാഹുവിന്. അള്ളാഹു ആകാശ ലോകങ്ങളെ ഹബീബിന് ചുരുട്ടി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ശാസ്ത്രകാരന്മാർ അബ്ദുദ്ദായിം അൽ കഹീൽ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ചിന്തകനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുതിയ പഠനമുണ്ടായിരുന്നു. ഇന്ന് നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്പീഡുള്ള സാധനം പ്രകാശമാണ്, സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിന്റെ സ്പീഡ് എത്രയാണ്? സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രഭയെ തന്നെയാണ് സത്യം. അള്ളാഹ് സത്യം ചെയ്യണമെങ്കിൽ ഒരു അത്ഭുതം ഉണ്ടാവൂലേ? നമ്മളൊക്കെ പോകുന്ന വണ്ടിന്റെ സ്പീഡ് എങ്ങനെ? കിലോമീറ്ററിൽ 80 കഴിഞ്ഞാൽ ക്യാമറ അടിക്കും അല്ലേ? ചിലടത്ത് 100 ക്യാമറ അടിക്കും. അത് മണിക്കൂറിൽ 80 സ്പീഡ്. ആ പോക്ക് പോയി 1 മണിക്കൂർ അങ്ങനെ പോയാൽ 80 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റും. അതല്ല അതിൻ്റെ അർത്ഥം. സൂര്യന്റെ പ്രകാശത്തിന്റെ വേഗത എത്രയാ? 1 സെക്കൻഡിൽ നോക്കിയൊരു സെക്കൻഡ്, അപ്പം 2 സെക്കൻഡ് ആവും നോക്കുമ്പോഴേക്കും. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതാണ് സൂര്യപ്രകാശത്തിന്റെ വേഗത. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? 8 മിനിറ്റും 14 സെക്കൻഡും എടുക്കുന്ന 1 സെക്കൻഡിൽ 3 ലക്ഷം. അപ്പൊ കിലോമീറ്റർ കണക്കൂട്ടാൻ എളുപ്പമാണ്. ഓരോ സെക്കൻഡിലും 3 ലക്ഷം. അപ്പൊ 8 മിനിറ്റ് ആകുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട്? അത് കഴിഞ്ഞ് 14 സെക്കൻഡ് വേറെയും. അതാണ് സൂര്യൻ കിടക്കുന്ന ദൂരം. അത്ര കിലോമീറ്ററാണ്. വലിയ സംഖ്യയാണ്, എനിക്ക് ഓർമ്മയില്ല പറഞ്ഞുതരാൻ. ബില്യൺ കണക്കിന് കൊല്ലം കഴിഞ്ഞ് ഭൂമിയിലേക്ക് എത്തുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശങ്ങളുണ്ട്.
ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം അവിടെ നിന്ന് പോന്നിട്ട് കോടിക്കണക്കിന് കൊല്ലായിട്ടുണ്ടാവും. ആ നക്ഷത്രം ചിലപ്പോൾ കരിഞ്ഞ് ഡാർക്ക് മാറ്ററായി പോയിട്ടുണ്ടാവും. പ്രകാശം ഇപ്പോഴാണ് എത്തുന്നത്, സാധനം അവിടെ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അങ്ങനത്തെ നക്ഷത്രങ്ങളുണ്ടെന്നാണ്. ഇനി മനസ്സിലാക്കണം എന്താണ് മിഅ്റാജ്. മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്ന അത്ഭുതങ്ങളിലെ വലിയൊരു അത്ഭുതം ആകാശത്തേക്കുള്ള യാത്രയാണെങ്കിൽ എൻ്റെ ഹബീബ് ചെയ്ത യാത്ര പോലത്തെ ഒരു യാത്ര, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും മൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾക്കൊന്നും എൻ്റെ ഹബീബ് ചെയ്ത യാത്ര ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് സമയത്തെ അല്ലാഹു ചുരുക്കി കൊടുത്തു. പിന്നെ എന്തിനാ കുറച്ചു സമയം അസ്റാ ബിഅബ്ദിഹി ലൈലൻ, എന്തിനായിരുന്നു അത്? ഹബീബ് എന്നതിനിടക്ക് പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നാം ആകാശത്ത് നബിയുല്ലാഹി ആദമു അലൈഹിസ്സലാം, ആദം നബിയെ കണ്ടു. 60 ദിറാഅൻ, 60 മുഴമായിരുന്നു നീളം ആദം നബിയുടെ ഹൈറ്റ്. 60 മുഴം എന്നൊക്കെ പറഞ്ഞാൽ 4 നില കെട്ടിടത്തിന് എത്ര ഉണ്ടാവും? ആദം നബിയോട് നബി ഞങ്ങൾ സംസാരിച്ചു. ആദം നബി ഇങ്ങനെ വലത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നു, ഇടത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണുനീര് വരുന്നു. ജിബ്രീലേ, ഇതാരാണ്? ഇതങ്ങയുടെ ഉപ്പയാണ്, ആദമു അലൈഹിസ്സലാം. എന്താ വലത്തോട്ട് നോക്കി ചിരിക്കുന്നതും ഇടത്തോട്ട് നോക്കി സങ്കടപ്പെടുന്നതും? സ്വന്തം മക്കളിൽ പടച്ചവനില്ല എന്ന നാസ്തികവാദവും നിരീശ്വരവാദവും മതനിരാശവും കൊണ്ടു നടന്ന് ദീനിനെ വലിച്ചെറിഞ്ഞ് നടന്ന തൻ്റെ മക്കളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകാൻ പോകുന്ന കോടിക്കണക്കിന് മക്കളെ കണ്ട് ഇപ്പുറത്തെ ഇടതുഭാഗത്ത് നോക്കി സങ്കടപ്പെടുമ്പോൾ ഈമാൻ സ്വീകരിച്ച നല്ല മക്കളെ നോക്കി വലത്തോട്ട് നോക്കി സന്തോഷിക്കുകയാണ് അങ്ങയുടെ ഉപ്പയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. സമാഉ ത്ഥാനിയ, അവിടെയുണ്ട് ഇബ്നാൽ ഖാല, എളാമ മൂത്തമ്മമാരുടെ 2 മക്കള്, 2 നബിമാർ. ഒന്ന് ജീവിച്ചിരിപ്പുള്ള നബിയാണ്, മരിച്ചിട്ടില്ല ഇതുവരെ, നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മറ്റേത് യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം. അതും കഴിഞ്ഞ് ഇദ്രീസ് അലൈഹിസ്സലാം, അതും കഴിഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം. അത് കഴിഞ്ഞ് 7ാമത്തെ ആകാശത്തുണ്ട് നബിയുല്ലാഹി ഹബീബായ നബി തങ്ങളുടെ പോലെ രൂപസാദൃശ്യമുണ്ടായിരുന്ന അഷ്ബഹു അഖറബുഹും ഇലൈഹി ശബഹൻ, ഏറ്റവും അടുത്ത് തോന്നുന്ന, തങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ തങ്ങളുടെ ആ സൗന്ദര്യം കിട്ടിയിട്ടില്ല, എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സൗന്ദര്യമുള്ള നബിയുല്ലാഹി വ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ചുറ്റും കുറേ കൊച്ചുമക്കളുണ്ട്. എന്താണിത് ജിബ്രീലേ? ഒരുപാട് പിഞ്ചു പൈതങ്ങളുണ്ടല്ലോ ആ മഹാന്റെ കൂടെ. ഇത് ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹിസ്സലാമാണ്. പിഞ്ചുമക്കൾ ജനിച്ച് ആ മക്കൾ പറക്കമുറ്റും മുമ്പ് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് നഷ്ടമായ ഭൂമിയിൽ നിന്ന് പ്രസവിച്ചിട്ടോ അല്ലെ ദിവസങ്ങളോ മണിക്കൂറുകളോ വർഷങ്ങളോ ആയി പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടുപോയ മക്കളെ അവരുടെ കെയർ ടേക്കറാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മുടെ മക്കൾ മരിച്ചു പോകുമ്പോൾ വേദനയാണ്, ഉമ്മമാർക്കത് സഹിക്കാൻ കഴിയില്ല. നമ്മുടെ പഴയ തലമുറയിൽ പറയൂലേ, എൻ്റെ ഉമ്മ 15 പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ 6 കുട്ടികളെ നിന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ മരിച്ചുപോയി. അല്ലെങ്കിൽ ഉമ്മ 15 പ്രസവിച്ചു, 10 പ്രസവിച്ചു, 4 എണ്ണം മരിച്ചുപോയി, 5 പേര് മരിച്ചുപോയി എന്നൊക്കെ പറയൂലേ. ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ നോക്കി വളർത്തുന്നുണ്ട്, അവിടെ അവരെ പരിരക്ഷിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം വരും. നമ്മൾ നമ്മുടെ വീട്ടിൽ ആ കുട്ടിയെ വളർത്തി വലുതാക്കി ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്ത് നല്ല വസ്ത്രം ധരിപ്പിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ആ മക്കളെ നടത്തുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എന്നാൽ അതിലേറെ വൃത്തിയിലും അവർക്കാവശ്യമുള്ള എല്ലാ സന്തോഷങ്ങളും നൽകി സ്വർഗത്തിലേക്ക് എത്തുന്ന കാലം വരെ ആ മക്കളെ നോക്കി വളർത്തുന്ന ഒരു നബിയുണ്ട്, നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അത് ഓർക്കുമ്പോഴെങ്കിലും മനസ്സുകൾക്ക് സമാധാനപ്പെടാൻ വകയുണ്ട്, അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് പോയെങ്കിൽ എന്താ, അതിലും നല്ല കരങ്ങളിലേക്കാണ് അള്ളാഹു ആ മക്കളെ ഏൽപ്പിക്കുന്നത്. അംബിയായിനെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. അങ്ങനെ ഇത്
സിദറ എന്ന് പറയുന്ന ആകാശ ലോകത്തിലെ ഒരു വൃക്ഷമുണ്ട്, സിദറ വൃക്ഷം. അതിന് സിദർ എന്ന് പറയും, അല്ലെങ്കിൽ അർസ്, ഷജറത്തുൽ അർസ്. അർസ് എന്ന് പറയുന്നത് ഒരു വലിയ മരമാണ്. നമ്മൾ അർസ് എന്ന് പറയുമ്പോൾ നമ്മൾ അരിയാന്ന് വിചാരിക്കും. ഷജറത്തുൽ അർസ് ലെബനോനിലൊക്കെ കാണുന്ന ഹദീസിലൊക്കെ വന്നിട്ടുള്ള വാക്കാ ഷജറത്തുൽ അർസ്. ഒരു വലിയ വടാവൃക്ഷമാണ്. സിദ്റത്തുൽ മുൻതഹാ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷാ, അലങ്കൃതമായി നിൽക്കുകയാണ്. ഇതൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്ന് ചിലർ പറയും. അത് നബി സ്വപ്നം കണ്ടതാവൂലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിനോട് സംസാരിച്ചു എന്ന് വിചാരിക്കുക. അയാൾ ഫോണിൽ സംസാരിക്കുമ്പോ ഡൽഹി തലസ്ഥാനത്ത് പോലീസുകാരൊക്കെ റോഡിൽ ഇറങ്ങി നിൽക്കുവോ? പട്ടാളങ്ങള് വരിവരിയായി നിൽക്കുവോ? അലങ്കൃതമായി റോഡുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി നിർത്തുവോ? എന്തേ, പ്രസിഡന്റ് വരുന്നുണ്ടെന്നാണ് അവന് പറയാ. പ്രസിഡന്റ് ഫോണിലല്ലേ സംസാരിക്കണം, അതിന് റോഡിൽ നന്നാക്കേണ്ട ആവശ്യം എന്താ? അവിടെ തോരണങ്ങൾ വെക്കേണ്ട കാര്യമുണ്ടോ? പുണ്യനബി വന്നത് അവിടുത്തെ ജസദോടുകൂടെയാണ്. ഇത് സിദറാവൃക്ഷത്തെ അള്ളാഹു അലങ്കരിച്ചു. എന്തിന്? ഇത് വരുന്നത് ഉടലോടെ വരുന്ന, ജസദോടെ വരുന്നൊരു വരവാണ്. റൂഹിയായ വരവാണെങ്കിൽ അവിടെ സിദറയെ അലങ്കരിക്കേണ്ട കാര്യമില്ല. ഹബീബിന് വേണ്ടി അലങ്കരിച്ചതാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു പിന്നെ അബിദനെയല്ലേ കൊണ്ടുപോയത്, പുണ്യനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അള്ളാഹ്ക്ക് എന്ത് പ്രയാസം? അത് പറയാൻ ആദ്യം തുടങ്ങിയത് സുബ്ഹാന. ഇനി പറയാനുള്ള വിഷയം അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ അളവുകോല് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ അളവുകോല് വെച്ചിട്ടല്ല. അതാണ് മിഅ്റാജ്. മക്കയിൽ 12ഓളം മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വന്നവർ. ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, നിങ്ങൾക്ക് പോകാം. അവർ പോയി, ഇസ്ലാം എന്ന് പുറത്തുപോയി. അബൂലഹബിന്റെ മകനുണ്ടായിരുന്നു ഉസൈബ. സൂറത്തുൻ നജ്ം ഇറങ്ങിയപ്പോ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പോയ ആളാ. പക്ഷേ അബൂലഹബിന്റെ മകൻ ഉത്ബയുണ്ട്. ഉത്ബ മുസ്ലിമാണ്, ഉത്ബത്ത് ഇബ്നു അബീ ലഹബ്. പക്ഷേ ഉതൈബയുണ്ട്, അയാൾ കാഫിറായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത്, പിഴവുണ്ടെങ്കിൽ ഉസ്താദ് തിരുത്തി തരണം. നബി തങ്ങളുടെ മോളെ കല്യാണം കഴിച്ചിരുന്ന ആളായിരുന്നു ഉതൈബ. സൈനബ് ബീവിയാണെന്ന, അല്ല റുഖയ്യ ബീവിയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നബി തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുകയും അല്ലാഹുമ്മ സല്ലിതു അലൈഹി കൽബൻ മിൻ കിലാബിക് എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുകയും സിറിയയിലേക്കുള്ള യാത്രയിൽ ഒരു സിംഹം കടിച്ചുകൊണ്ട് കൊല്ലപ്പെടുകയും ചെയ്ത അബൂലഹബിന്റെ ഒരു മകനുണ്ട് ഉതൈബ. ഉത്ബത്ത് ഇബ്നു അബീ ലഹബ് സ്വഹാബിയാണ് എന്നാണ് റളിയല്ലാഹു അൻഹു. നജ്ം, സൂറത്തുൻ നജ്ം മിഅ്റാജാ പറയാ. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വമാ ജഅൽന الرؤيا التي أريناك إلا فتنة للناس, അങ്ങേക്ക് കാണിച്ചു തന്ന ഈ കാഴ്ച അത് ജനങ്ങൾക്ക് പരീക്ഷണമാണ് നബിയെ. അത് സ്വപ്നമായിരുന്നുവെങ്കിൽ എന്ത് പരീക്ഷണം? സ്വപ്നാർക്ക് എന്തും കണ്ടൂടെ? സ്വപ്നം എന്തും കണ്ടൂടെ? നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കണ്ണു ചിമ്മിയാൽ ട്രംപിൻ്റെ ആ ഒരു ഫസ്റ്റ് മൂപ്പരുടെ അധികാരത്തിലേക്ക് വരുന്ന ആ സ്പീച്ച് കാണാൻ വേണ്ടി ഞാൻ വാഷിങ്ടൺ DC ഉണ്ടായിരുന്നു എന്നൊരാൾ സ്വപ്നം കണ്ടു. ഇപ്പം എന്താ പാരം ചോദിക്കുമോ, ടിക്കറ്റ് എടുത്തിരുന്ന യൂസ് വിസണ്ട ചങ്ങായി എവിടുന്നേ പറയണത് ചോദിക്കുമോ? ഇല്ല, സ്വപ്നത്തിലല്ലേ പോണത്, എവിടെ പോയിട്ട് വന്നാലെന്താ? അതൊരു ഫിത്നയാകുമോ? പരീക്ഷണമാണോ? ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും വിശ്വസിക്കാൻ? ഇല്ല. അപ്പൊ ഇവിടെ പറഞ്ഞ റുഅയത്തുൽ ഐൻ അത് ഖുർആനിന്റെ ഹിക്മത്തുകളിൽ പെട്ടതാണ്, ഖുർആനിന്റെ ബലാഗയിൽപ്പെട്ടതാണത്. റുഅയ എന്ന് മാ ജഅൽന റുഅയ അല്ലതി അറൈനാക, അങ്ങയെ കാണിച്ചു തന്ന റുഅയ അത് റുഅയത്തുൽ ഐനാണ്. അതാണ് ഫിത്നയായത്. ഞാൻ എൻ്റെ ഉടലോടെ ശരീരത്തോടെ അള്ളാഹു നിശ്ചയിച്ച ഈ ലോകത്തേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്നു എന്ന് ആ ലോകത്തിന്റെ ദൂരങ്ങളെ അള്ളാഹു ചുരുക്കിക്കൊടുത്ത് ഹബീബിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ച ബുറാഖിന്റെ മുകളിൽ സിദ്റത്തുൽ മുൻതഹ വരെ പോവുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റക്ക് യാത്ര പോയി അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചു. റബ്ബ് തആല നബി തങ്ങൾ കണ്ടോ ഇല്ലയോ എന്നത് ചർച്ചയാണ്. നബി തങ്ങളുടെ ഖൽബിന്റെ കണ്ണുകൊണ്ട് ഹബീബായ നബി തങ്ങൾ കണ്ടിരിക്കണം എന്ന് വിശ്വസിച്ചു ഒരുപാട് പേർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ലാ തുദ്രികുഹുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ, കണ്ണുകളെ
കീഴ്പ്പെടുത്താൻ കഴിയുന്നവനല്ലേ അല്ലാഹു. അങ്ങനെയാണെങ്കിൽ കാണാത്തതിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ലത്തീഫും ഖബീറുമല്ലേ അല്ലാഹു. പുണ്യ റസൂലിനെ അങ്ങനെ ഒരു യാത്രക്ക് കൊണ്ടുപോയ റബ്ബ് ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അൽ കുബ്റാ ഐ അൽ ആയത്തുൽ കുബ്റാ, ദൃഷ്ടാന്തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തവും എൻ്റെ റസൂൽ കണ്ടിട്ടുണ്ട് എന്നാണ് ആയത്തിന്റെ അർത്ഥമെങ്കിൽ ആ ഏറ്റവും വലിയ ദൃഷ്ടാന്തം അല്ലാഹുവിനെ കാണലാണ്. എങ്ങനെ? വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെയെന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മർറതൈൻ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആയിഷ ബീവിയെ ചോദ്യം ചെയ്തു, എങ്ങനെ കാണാനാണ്? നൂറുൻ അന്നാ അറാഹ് എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. എന്നാൽ ആ കൈഫ് എങ്ങനെയാണെന്നറിയില്ലെങ്കിലും അല്ലാഹു ജല്ല ജലാലുവിന്റെ ആ സംവിധാനത്തിൽ ഹബീബായ നബി തങ്ങൾക്ക് റുഇയത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് തെളിവുണ്ട്. ആയിഷ ബീവി പറഞ്ഞ ആ വാക്കല്ലാതെ ഹബീബിന്റെ വാക്കുകൾ ഇബ്നു അബ്ബാസ് തങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഏതായിരുന്നാലും ആ പരിശുദ്ധമായ മഖാമിലേക്ക് പോകുമ്പോൾ ജിബ്രീലു അലൈഹിസ്സലാം എന്ന 600 ചിറകുകളുള്ള മലക്ക് ഹബീബിനോട് പറയാൻ, ദഅനി തഖദ്ദം. സയ്യിദി മഖ്ദൂം തങ്ങളുടെ വരികൾ എങ്ങനെയാ? حتى لبحر النور جبريل وقف في شطه غربا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ബഹറുന്നൂർ എന്ന് പറയുന്ന പ്രകാശത്തിന്റെ മഹാസമുദ്രം, 7 ആകാശങ്ങൾക്കുമീതെ. ആ ബഹറുന്നൂർ എത്തിയപ്പോ സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയുന്നു, ദഅനി, എന്നെ വിട്ടേക്കൂ നബിയേ, തഖദ്ദം, അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ നബിയേ, ലാ തഖഫ്, അങ്ങ് പേടിക്കരുത്, അബ്ശിർ, സന്തോഷിച്ചോളൂ, തുനാജി റബ്ബകൽ ഖയ്യൂമാ, സർവേശ്വരനായ അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്ന യാത്രയാണിത്. അങ്ങ് പോകുന്ന ആ സ്ഥാനത്തേക്ക് വരാൻ എനിക്ക് അധികാരമില്ല നബിയെ, എനിക്ക് പെർമിഷൻ ഇല്ല. ഞാനെങ്ങാനും ബഹറുന്നൂറിന്റെ പരിധി എങ്ങാനും മുറിച്ചു കടന്നാൽ എൻ്റെ പ്രകാശത്തിന്റെ ചിറകുകൾ മുഴുവനും കരിഞ്ഞു പോകും നബിയെ, അതുകൊണ്ട് അങ്ങ് ഒറ്റയ്ക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അധികാരമില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് ഹബീബ് കടന്നു പോകുമ്പോൾ മലക്കുകളുടെ ലോകത്തെക്കാളും മുന്നിലാണ് റസൂലുള്ളാഹ്. ഭൂമിയിലെ 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർക്ക് മസ്ജിദുൽ അഖ്സയിലെ നിസ്കാരത്തിന്റെ മുമ്പിൽ നിന്ന് നബി തങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ പ്രവാചകന്മാരെക്കാളും ഏറ്റവും സ്ഥാനമുള്ളവരാണ് നബി തങ്ങൾ എന്ന് മനസ്സിലായ പോലെ ആകാശലോകം മലക്കുകളുടെ ലോകമാണ്. ഫവല്ലാഹി മാ ഫീഹാ മൗളിഉ 4 അസാബിഅ ഇല്ലാ വഫീഹാ മലക്കുൻ റാകിഉൻ ഔ സാജിദ് ആകാശലോകങ്ങൾ മലക്കുകളാൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലോകങ്ങളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പോലും വരാൻ ഇനി പെർമിഷൻ ഇല്ല നബിയെ, അങ്ങ് പോയേക്കണം എന്ന് പറയുമ്പോൾ മാലാഖമാരുടെ ലോകത്തും നബി തങ്ങൾ തന്നെയാണ് മുമ്പിൽ നിന്ന് അല്ലാഹു പഠിപ്പിക്കുകയല്ലയോ. ആ റസൂലിനെ എങ്ങനെയാണ് സാധാരണ ഒരു മനുഷ്യനെന്നോ ശിപ്പായി എന്നോ പറഞ്ഞുകൊണ്ട് ഹബീബിന്റെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തുന്നത് ഒരു മുസ്ലിമിന് പാടുണ്ടോ? ആരാണ് റസൂലുള്ളാഹ്? എൻ്റെ ഹബീബിനെ ഞാൻ ആഗ്രഹിച്ചിടത്തേക്ക് ഞാൻ കൊണ്ടുപോയി, ഞാൻ നിർണയിക്കുന്ന സ്പീഡിൽ, ഞാൻ നിർണയിച്ച വാഹനത്തിൽ എൻ്റെ സ്വഹിബായ, എൻ്റെ മലക്കും മുഖറബ് റൂഹുൽ അമീനുമായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സുഹ്ബത്തിൽ, എന്നിട്ട് മാലാഖമാർക്ക് നൽകുന്ന പവറിനേക്കാളും വലിയൊരു പവർ നൽകിയിട്ട് ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിൻ്റെ ഹളറത്തിൽ പോയിരുന്നതാണ് മിഅ്റാജ്. रहे
एक गाम है हिम्मत के लिए अर्शे बरीन रहे, एक गाम है हिम्मत के लिए अर्शे बरीन, कह रही है ये मुसलमान से मिअराज की रात. മിഅ്റാജിന്റെ രാവ് പറയുന്ന ഒരു രഹസ്യമുണ്ട്. അള്ളാഹുവിനെ പ്രാപിക്കണമെന്ന് പൂതിയുള്ളവർ, അള്ളാഹുവിന്റെ സന്നിധാനം ചെന്ന് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വസയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരിടനിലക്കാരനില്ലാതെ, ഒരു തർജുമക്കാരനില്ലാതെ, ഒരു മുബല്ലിഗില്ലാതെ നിങ്ങൾ ഓരോരുത്തരും അള്ളാഹു നിങ്ങളോട് ഓരോരുത്തരോടും ഓരോ ആണിനോടും പെണ്ണിനോടും സംസാരിക്കുക തന്നെ ചെയ്യും. ഫഅഇദ്ദു ലഹു ജവാബ. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുവെച്ചോളൂ കേട്ടോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ ഒരു മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, ആ മനുഷ്യനെ കാണാൻ അല്ലാഹുക്കും മഹബ്ബത്തുണ്ടാകും. വമൻ കരിഹ ലിഖാ അല്ലാഹ്, ചെയ്തു പോയ പാപങ്ങളുടെ പാപഭാരങ്ങളാൽ നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് എനിക്ക് വെറുപ്പാണ് എന്ന് ചിന്തിക്കുന്നവർ, കരിഹല്ലാഹു ലിഖാഅഹു, അവരെ കാണുന്നത് അല്ലാഹുവിനും വെറുപ്പായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നമ്മുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു വഴി. പേടിക്കുന്നത് അല്ലാഹുവിനെയാണ്, മഹബ്ബത്ത് വെക്കുന്നതും അല്ലാഹുവിനെ തന്നെയാണ്. തെറ്റുകൾ ചെയ്തു പോയാൽ അല്ലാഹുവിലേക്കല്ലാതെ എങ്ങോട്ടാണ് നമുക്ക് ഓടാനുള്ളത്? അതുകൊണ്ട് ഇലല്ലാഹി മഅ്വാനാ വ ഇലല്ലാഹി മതാബുനാ, അല്ലാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക. മിഅ്റാജ് പോലെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന കാര്യങ്ങൾ പറയുന്നതാണ് നമ്മുടെ നിസ്കാരം. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് അത്രേ നിസ്കാരമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ പറയുമായിരുന്നു, ലൈസ ലിർറജുലി മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ. നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അസ്സലാമു അലൈക്കും എന്ന് മുഖം തിരിക്കുന്നത് വരെ അല്ലാഹു നിങ്ങളിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ സലാം പറഞ്ഞ് മുഖം തിരിക്കുമ്പോഴേ അല്ലാഹു നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിൻ്റെ മുമ്പിലാണ് എന്ന ബോധം ആ നിസ്കാരത്തിൽ എത്ര സെക്കൻഡുകളാണോ നിങ്ങളുടെ മനസ്സിൽ വന്നത്, തക്ബീർ ചൊല്ലി ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഇമാമ് സലാം വീട്ടുന്നതിൻ്റെ മുമ്പിൽ അതിനിടയിൽ എത്ര സെക്കൻഡുകളാണോ മിനിറ്റുകളാണോ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തത്, ആ ഓർത്തതേ നിസ്കാരത്തിൽ കൂലി കിട്ടുന്ന ഭാഗമുള്ളൂ. വയശീബുൽ മർഉ ഫിൽ ഇസ്ലാമി വലം തുഖ്ബൽ ലഹു സ്വലാ. ചെറുപ്പം മുതൽ നിസ്കാരം തുടങ്ങി നരബാധിച്ച് വയസ്സാകുന്നവരെ നിസ്കരിച്ചിട്ടും ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാവുന്നതായിട്ട് ബാക്കിയില്ലാത്ത എത്രയോ ആളുകളുണ്ടാകും മനുഷ്യരിൽ, മുസ്ലിമീങ്ങളിലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നത് നമ്മളെ നിരാശപ്പെടുത്താനല്ല. അള്ളാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അത്തഹിയാതു ലില്ലാഹി വസ്സലവാതു വത്വയ്യിബാത്ത് എന്ന പുണ്യനബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ അത്തഹിയാത്തിൽ പറയുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയേ എൻ്റെ രക്ഷ അങ്ങയുടെ മേൽ വർഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മതി എന്ന് മാത്രം പറയാതെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സജ്ജനങ്ങളായ ആളുകൾക്ക് മുഴുവനും റബ്ബേ നീ രക്ഷ കൊടുക്കണേ എന്ന് ഹബീബിന്റെ ഉമ്മത്തികളിലെ സ്വാലിഹീങ്ങളെ കുറിച്ച് നബി തങ്ങൾ ഓർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. യൗമ യദ്ഉ ആദമുൻ വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. ഓരോ നബിമാരും വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ശരീരമേ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഖലീലുള്ളാഹി തങ്ങളടക്കമുള്ള നബിമാർ പേടിച്ചു നിൽക്കുമ്പോഴാണ് ഉമ്മത്തി, എൻ്റെ സമുദായം റബ്ബേ, എന്നിൽ വിശ്വസിച്ച ആളുകളുടെ കാര്യം റബ്ബേ,
ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. ആ ഹബീബിനോട് നമ്മൾ എത്ര സലാം പറഞ്ഞാലും, ഹബീബിന്റെ മേൽ എത്ര സ്വലാത്ത് ചൊല്ലിയാലും, അവിടുന്ന് നമ്മോട് കാണിക്കുന്ന ഇഹ്സാനിന്റെ 10,000-1 ചെയ്യാൻ നമ്മളെ കൊണ്ടാകുമോ? അതുകൊണ്ട് മുഅ്മിനേ, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നിസ്കാരം അത് നമ്മുടെ മിഅ്റാജാണെന്ന് ഓർക്കണേ. അള്ളാന്റെ ഹബീബ് നമ്മളെക്കുറിച്ച് ഓർത്തൊരു രംഗമാണ് നമ്മൾ അത്തഹിയാത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആകാശലോകങ്ങളിലേക്ക് ഹബീബിനെ കൊണ്ടുപോയ അല്ലാഹു, പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന് പടച്ച അല്ലാഹു, ഒരു മോഡലോ ഒരു രൂപമോ ആരും ചെയ്തു വെച്ചത് കാണാതെ, ആരുടെയും ഒരു മോഡൽ കോപ്പിയടിക്കാതെ, ഇല്ലായ്മയിൽ നിന്നും ഉണ്മയിലേക്ക് എന്നെയും നിങ്ങളെയും മാത്രമല്ല കോടിക്കണക്കിന് ജീവജാലങ്ങളെ, മരിച്ചുപോയവരെ, വരാനിരിക്കുന്നവരെ, മണൽത്തരികളെ, സസ്യലതാദികളെ, ജന്തുജാലങ്ങളെ, പറവകളെ, കാടുകളെ, സമുദ്രങ്ങളെ എല്ലാം പടച്ച, താരസമൂഹങ്ങളെ പടച്ച അല്ലാഹു, ആ റബ്ബു തആലയെ നേരിട്ട് കാണണം എന്നൊരു കൊതി മനസ്സിലുണ്ടാവട്ടെ. ആ മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ വേണം കേട്ടോ. അഹിബ്ബുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്നേഹിക്കണേ. അല്ലാഹനെ പറ്റി അവനെന്നോ ഈയെന്നോ നീയെന്നോ ഇജ്ജെന്നോ ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഖാലിഖായ റബ്ബിനെ ഉദ്ദേശിച്ചാണത് പറയുന്നത്. മനസ്സുകൊണ്ട് ഓർക്കണം. ബഹുമാനങ്ങളിൽ ഏറ്റവും വലിയ ബഹുമാനത്തോടെയല്ലാതെ അള്ളാഹുവിനെ പറ്റി പറയാൻ പാടുണ്ടോ? ഹബീബിനെ പറ്റി പറയാൻ പാടുണ്ടോ? നമ്മുടെ ഭാഷയുടെ പരിമിതികളാവാം, പഠിച്ചു പോന്ന വാക്ക് അങ്ങനെ ആയിപ്പോയത് കൊണ്ടാകാം. പക്ഷേ ഇസ്രാഉം മിഅ്റാജും നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കണം, സുബ്ഹാന, നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂനതയും ഒന്നുമേ ഇല്ലാത്ത, നഖ്സിന്റെ ഒരു സിഫാത്തുകളുമില്ലാത്ത, ഖമാലിന്റെയും ജമാലിന്റെയും സിഫാത്തുകൾ മാത്രമുള്ള അല്ലാഹു ജല്ല ജലാലുവാണ് നമ്മുടെ ഖാലിഖ്, അല്ലേ? ആ റബ്ബ് തആലയെ, റബ്ബിന്റെ ഖുദ്റത്തിനെ വെച്ച് നമ്മൾ മനസ്സിലാക്കണം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കത്തുന്ന തീയിലേക്ക് വീണപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒരു രോമം പോലും കരിയാതെ പുറത്തെടുത്തവനാണ് അല്ലാഹു. ഒഴുകുന്ന സമുദ്രത്തെ, തിരമാലകളുള്ള സമുദ്രത്തെ, ചെങ്കടലിന്റെ അഖബ, സുയസ് ഉൾക്കടലിന്റെ ഭാഗങ്ങളെ മുസനബിക്ക് വേണ്ടി മാറ്റി നിർത്തി കൊടുത്തവനാണ് അല്ലാഹു ജല്ല ജലാലു. മത്സ്യത്തിന്റെ വയറ്റിൽ, ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ 40 ദിവസത്തോളം ഒരു പോർലും നിൽക്കാതെ ജീവനോട് അള്ളാന്റെ അബ്ദായ യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാമിനെ ജീവിപ്പിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഭൂമിയിൽ നിന്ന് 33 വർഷം ഇവിടെ ജീവിച്ച് ആകാശ ലോകത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു ഈസാ നബി അലൈഹിസ്സലാമിനെ. ഖിയാമത്ത് നാളിന് മുമ്പ് തിരിച്ചു വരും. പക്ഷേ ഈസാ നബിയുടെ വയസ്സ് 33 ആയിരിക്കും ഭൂമിയിലേക്ക് വരുമ്പോൾ. അത് സ്വർഗത്തിലെ വിശ്വാസികളുടെ വയസ്സാണ്. ഇനിയൊരു 40 കൊല്ലം കൂടെ ഭൂമിയിൽ ജീവിച്ചിട്ട് 73-ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന നബിയായിരിക്കും നബിയുല്ലാഹി വറൂഹുഹു വകലിമതുഹു ഇബ്നു മറിയം അലൈഹിസ്സലാം, മഹാനായ പ്രവാചകൻ ഈസാ നബി. ഇതൊക്കെ ചെയ്യാൻ അല്ലാഹുവിന് കഴിയും. എന്തുകൊണ്ട്? സുബ്ഹാന. അല്ലാഹുവിന്റെ കഴിവിനെ നമ്മളെ കൊണ്ട് അളക്കാൻ പറ്റൂല. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോടുള്ള വിധേയത്വം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അബിദിനെ കൊണ്ടുപോയി ഒരു മനുഷ്യൻ അടിമയാകുന്നത് നമുക്ക് വെറുപ്പാണ്. അതുകൊണ്ട് അബിദ് എന്ന പ്രയോഗം, അടിമ എന്ന പ്രയോഗം മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത പ്രയോഗമാണ്. എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ഒരു മനുഷ്യന്റെ അടിമയാണെങ്കിൽ നമ്മുടെ മുഴുവൻ ഉപകാരവും അയാൾ എടുക്കുകയും അയാൾ ഉപദ്രവിക്കുകയും ചെയ്യും നമ്മളെ. നമ്മൾ അള്ളാന്റെ അടിമയാണെങ്കിൽ നമുക്ക് തരാനും നമ്മൾ അർഹിക്കുന്നതിലും വലിയ നന്മ ഇങ്ങോട്ട് തരുന്ന, നമ്മുടെ അധ്വാനത്തിന് നമുക്ക് തന്നെ കൂലി തരുന്നവനാണ് അള്ളാഹു. മനുഷ്യന്റെ അടിമത്വം അങ്ങനെയല്ല. മനുഷ്യന്റെ അടിമത്വം നിസ്സാരതയാണ്. അള്ളാഹുവിന്റെ അടിമത്വം ഇസ്സത്താണ്. വമിമ്മാ സാദനി ഇസ്സൻ വശറഫാ وكدت بأخمصي أطأ الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. നമുക്കൊക്കെ സന്തോഷിക്കാൻ രണ്ട് വകയുണ്ട്.
സമ്പത്തില്ലെങ്കിൽ എന്താ, വീട് വെച്ചിട്ടില്ലെങ്കിൽ എന്താ, കടം കൊണ്ട് കുടുങ്ങി കഴിയുകയാണെങ്കിൽ എന്താ, രോഗിയായി കിടക്കുകയാണെങ്കിൽ എന്താ, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണല്ലോ റബ്ബേ. നിന്റെ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ റസൂലാണല്ലോ. ഇത് രണ്ടുമുണ്ടെങ്കിൽ റബ്ബേ ഞാൻ ഭൂമിയിലല്ല, ഞാൻ സുറയ്യ നക്ഷത്രത്തിലാണ്. നമുക്ക് അഭിമാനിക്കാൻ ഇത് രണ്ടും പോരെ. എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. MLA-യുടെ MP-യുടെ ഒരു മന്ത്രിയുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക്, അവരുടെ പരിചയക്കാർക്ക് എന്ത് ഇസ്സത്താ അവർ പറയാ, എൻ്റെ കൂടെ മന്ത്രിയുണ്ട്, ഇപ്പൊ വിളിച്ചാ മന്ത്രി എടുക്കും. നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അതിലേറെ അഭിമാനം തോന്നണ്ടയോ? നമ്മൾ ഹബീബിന്റെ ഉമ്മത്തികളാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇസ്സത്ത് തോന്നേണ്ടയോ? അതുകൊണ്ട് ഇത് ഇസ്സത്തിന്റെ അനുഭവമാണ്. ഇസ്ലാം ആവേശം മാത്രമല്ല, അത് അനുഭവമാണ്, സന്തോഷിക്കാനുള്ള വിഭവമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജിന്റെ രാവ് തിങ്കളാഴ്ച രാത്രിയിൽ വരുമ്പോ അതിന്റെ പിറ്റേ പകൽ ചൊവ്വാഴ്ച പകൽ അല്ലാഹുവിന് വേണ്ടി ശുക്റായി നോമ്പെടുത്ത റബ്ബിനോട് ശുക്ർ കാണിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ശഅബാൻ വരുന്നു, അത് കഴിഞ്ഞ് റമളാൻ വരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ലക്കൽ ഹംദു യാ റബ്ബൽ മുസ്തദ്അഫീൻ ലക്കൽ ഉത്ബാ ഹത്താ തർളാ. أعوذ بنور وجهك الذي أشرقت له الظلمات وصلح عليه أمر الدنيا والآخرة. اللهم أعذنا أن تحل علينا غضبك وسخطك ومقتك وعذابك يا رب العالمين. പടച്ചവനെ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഈ സദസ്സിന് മാപ്പ് നൽകണേ റബ്ബേ. ഇവിടെ കൂടിയ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്നവർ, ഇവിടുത്തെ ബദരിയ കോളേജിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, സംഭാവന നിയ്യത്ത് ചെയ്തവരെ, കൊടുത്തു കഴിഞ്ഞവരെ, കൊടുത്തുകൊണ്ടിരിക്കുന്നവരെ, അതിൻ്റെ ഭാരവാഹികൾ, ഉസ്താദുമാർ, സയ്യിദന്മാർ, മുതഅല്ലിമീങ്ങൾ, റബ്ബേ എല്ലാവരെയും നീ നിന്റെ സ്വാലിഹീങ്ങളിലും നീ തെരഞ്ഞെടുത്തവരിലും ചേർക്കണേ തമ്പുരാനെ. ഖദീറായ റബ്ബേ, എല്ലാറ്റിനും കഴിവുള്ള റബ്ബേ, ഗഫൂറും റഹീമുമായ ലത്തീഫും ബിഇബാദിഹി യാ അല്ലാഹുവേ, അല്ലാഹുവേ നീ എന്ന് നിന്നെക്കുറിച്ച് പറയുമ്പോഴും അത് ബഹുമാനം കൊണ്ടാണ് റബ്ബേ. മറ്റു വാക്കുകൾ നിനക്ക് യോജിക്കുന്നത് ബഹുദൈവമാണെന്ന തോന്നൽ വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാ. അല്ലാഹുവേ നീ അർഹിക്കുന്ന എല്ലാ സനാഉം നിനക്കുണ്ട് റബ്ബേ. അല്ലാഹുവേ സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ സനൈത അലാ നഫ്സിക. പടച്ചവനെ നിനക്ക് സ്തുതി പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റബ്ബേ. നീ നിന്നെക്കുറിച്ച് എന്തൊക്കെയാണോ സ്തുതി പറഞ്ഞത് ആ എല്ലാ സ്തുതികളും നീ അർഹിക്കുന്നു റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, സന്തതികൾ, കൂട്ടുകുടുംബങ്ങൾ, അല്ലാഹുവേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ പരിപാടി ലൈവ് വീക്ഷിക്കുകയും അതിൽ ദുആ ഒക്കെ ടൈപ്പ് ചെയ്ത് വിടുകയും ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷയിലാണ് റബ്ബേ. ഇൽമിൻ്റെ മജ്‌ലിസിൽ വെച്ച് ഞങ്ങൾക്ക് നീ നിൻ്റെ പൊരുത്തം നൽകണേ റബ്ബേ, നിൻ്റെ റിളാ നൽകണേ പടച്ചവനെ. ഒരുപാട് നിയ്യത്തുകൾ വെച്ച് മരണപ്പെട്ടവർക്കും മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും മരണപ്പെട്ടു പോയ കുട്ടികൾക്ക് വേണ്ടിയും വെള്ളത്തിൽ വീണ് മരണപ്പെട്ട കുട്ടിക്കൊക്കെ അടക്കം ക്യാൻസർ രോഗികളായ ആളുകൾ, മാതാപിതാക്കൾ, സന്താനമില്ലാത്തവർ, പ്രസവ സംബന്ധമായ പ്രയാസങ്ങളിലുള്ളവർ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, പല ഉദ്ദേശങ്ങളും അല്ലാഹുവോട് എഴുതി തന്നതും തരാത്തതും എല്ലാം അറിയുന്ന തമ്പുരാനെ, ഞങ്ങളുടെ മുറാദുകളെ നീ ഹാസുലാക്കണേ റബ്ബേ. നിന്റെ ഹബീബിനെ നീ കൊണ്ടുപോയ വലിയ ഒരു മുഅ്ജിസത്തിൻ്റെ ഏതാനും ശകലങ്ങളാണ് റബ്ബേ ഞങ്ങൾ ചർച്ച ചെയ്തത്. ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ ഇത് നിമിത്തമാക്കണേ പടച്ചവനെ. അല്ലാഹു നിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. ഞങ്ങളുടെ ഈമാനെ നീ ബലപ്പെടുത്തണേ റബ്ബേ. ഈമാൻ ദ്രവിച്ചു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന ഒരു കാലമാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു ക്ലിപ്പും ഒരു ഫിത്നക്കാരൻ്റെ ഒരു പ്രസംഗവും ഞങ്ങളുടെ ചെവിയിലെത്താതെ റബ്ബേ ഞങ്ങളുടെ ഈമാനെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. റഹ്മുർ റഹീമേ, നിരീശ്വരവാദത്തിലേക്ക്, ഇൽഹാദിലേക്ക്, ശിർക്കിലേക്ക്, കുഫറിലേക്ക് പോകുന്ന
ഒന്നും ഞങ്ങൾ അറിയുകയോ കേൾക്കുകയോ ചെയ്യരുത് റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനശ് ശർക്കി വൽ കുഫ്രി വൻ നിഫാഖി വർ-റിയാഇ വസയ്യിഇൽ അസ്ഖാമി യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ പടച്ചവനെ, ആഫിയത്ത് നൽകണേ റബ്ബേ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ, സന്തതികൾ, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ, അയൽവാസികൾ, കൂടെ പഠിച്ചവർ, പഠിക്കാൻ സഹായിച്ചവർ, ദാറുൽ ഹുദയുടെ ഭാരവാഹികൾ, നമ്മുടെ ചെറുതാജി അടക്കമുള്ള ഒരുപാട് ആളുകൾ ദാറുൽ ഹുദയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരാണ്. അല്ലാഹുവേ, സ്ഥാപനത്തെ സഹായിച്ച ബാപ്പുട്ടി ഹാജിയും എം ബഷീർ മുസ്ലിയാരും CH ഐദുറൂസ് മുസ്ലിയാരും പറപ്പൂര് ബാപ്പുട്ടി മുസ്ലിയാരും അല്ലാഹുവേ EM സാർ അടക്കമുള്ള ഒരുപാട് സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികൾ, കുഞ്ഞുഹാജി അടക്കം ഒരുപാട് പേര് മരണപ്പെട്ടു, ഹൈദർസാജി അടക്കം. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ദാറുൽ ഹുദയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഈ വേങ്ങരങ്ങാടിയിലൂടെയാണ് ബസ്സിൽ വർഷങ്ങളോളം യാത്ര ചെയ്തത്. ഈ ഒരു നാടിൻ്റെ നെഞ്ചകത്തുകൂടെയാണ് പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിലേക്ക് പോകുന്നത്. ഈ പരിസരങ്ങളിലുള്ളവരൊക്കെ ദീനിൻ്റെ ഹാദിമീങ്ങളും ഇവിടുത്തെ മുതലാളിമാർ അവരുടെ പൈസയിൽ നിന്ന് ദീനിന് വേണ്ടി വലിയൊരു ഭാഗം നീക്കിവെക്കുന്നവരുമാണ്. അല്ലാഹു, നീ സ്വീകരിക്കണേ പടച്ചവനെ, ഖബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ നിൻ്റെ ദീനിന് സേവനം ചെയ്യാൻ തൗഫീക്ക് നൽകണേ പടച്ചവനെ. ഒരു കുട്ടിയുടെ 1 മാസത്തേക്കുള്ള ചെലവ് 3000 എന്ന് പറഞ്ഞപ്പോൾ 1 മാസമല്ല, 1 കൊല്ലത്തേക്ക് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞവരും 6 മാസത്തേക്കും 10 മാസത്തേക്കും 1 കുട്ടിയെ, 2 കുട്ടിയെ, 10 കുട്ടിയെ, 100 കുട്ടികളെയൊക്കെ ഏറ്റെടുക്കാൻ നീയത്തുള്ള ആളുകളുണ്ടാകാം റബ്ബേ. ആ നീയത്തുകൾക്ക് നീ തൗഫീക്ക് നൽകണേ റബ്ബേ. അമലിന് തൗഫീക്ക് നൽകണേ പടച്ചവനെ. ആഫിയത്തും സമ്പത്തും നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ജോലിയിലും കച്ചവടങ്ങളിലും പരീക്ഷണങ്ങൾ വന്നവരുണ്ട് റബ്ബേ. ഈ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ തട്ടിമുട്ടലുകളും, എല്ലാവിധ ബ്ലോക്കുകളും, തടസ്സങ്ങളും, ഐനിൻ്റെയും സിഹറിൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ നീ തട്ടിദൂരത്താക്കി റബ്ബേ. നീ ഫതഹ് നൽകണേ തമ്പുരാനെ. റഹ്മർ റഹീമേ, ദുആ ഇറക്കാൻ വേണ്ടി വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, വിവിധ സദസ്സുകളിൽ, ഇൽമിൻ്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നവർ, റഹ്മർ റഹീമേ, ഇവരുടെയൊക്കെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റബ്ബേ. അവരിൽ മരിച്ചുപോയുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. റഹ്മർ റഹീമേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വല്ലിപ്പ വല്ലിമ്മമാർ മരിച്ചുപോയവരുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. ഞങ്ങളും ഖബറിലേക്ക് വരുമ്പോൾ അവിടം സ്വർഗമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണേ റബ്ബേ. വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബേ. വിവാഹപ്രായമെത്തിയവർക്ക് യോജിച്ച ഇണകളെ കൊടുക്കണേ റബ്ബേ. വിവാഹിതരായവർ സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ നൽകണേ തമ്പുരാനെ. റഹ്മേ, സദസ്സിൽ ഈ രാത്രിയിലെ പാതിരാ നേരം വരെ അല്ലാഹു നിനക്ക് വേണ്ടി ഇരുന്നത് നിന്റെ ദീനിന് ചെയ്തൊരു സേവനമായി സ്വീകരിക്കണേ റബ്ബേ. എല്ലാവരും സുരക്ഷിതരായ അവരുടെ വീടുകളിലേക്ക്, നാടുകളിലേക്ക് എത്താൻ നീ സഹായിക്കണേ പടച്ചവനെ. കാരുണ്യവാനെ, ഞങ്ങളൊന്നും പറയാൻ മടിക്കുന്ന, നിന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ടാകാം, പല വേവലാതികളും ഉണ്ടാകാം, അസുഖങ്ങളൊന്ന് പുറത്തു പറയാൻ മടിക്കുന്ന അസുഖങ്ങളുണ്ടാകാം. അല്ലാഹു, ഞങ്ങളുടെ ഖൽബിലേക്ക് നോക്കുന്ന റബ്ബേ. ഇൽമ പറയപ്പെട്ട ഈ സദസ്സും സ്വലാത്ത് ചൊല്ലിയ സദസ്സുമാണല്ലോ റബ്ബേ. നിന്റെ മലക്കുകൾ ആമീൻ പറയുന്ന സദസ്സല്ലയോ റബ്ബേ. ഞങ്ങളുടെ മനസ്സിലെ മുറാദുകളെ ഓരോരുത്തരും എന്താണോ മനസ്സിൽ നിയത്ത് ചെയ്യുന്നത് നിറവേറാനായി ആ മുറാദുകൾ ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ അല്ലാഹുവേ, അത് സാധിപ്പിക്കാൻ നിന്റെ വിധിയുണ്ടാകണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സുകളിൽ ഏതൊക്കെ വിഷമങ്ങളാണോ റബ്ബേ നിന്റെ മുമ്പിലേക്ക് ഇപ്പോൾ നിയത്ത് ചെയ്യുന്നത്, എഴുതി തന്നതും അല്ലാത്തതൊക്കെ ഉണ്ടാവാം. ഓരോരുത്തരും നിയത്ത് ചെയ്യുക, എന്തൊക്കെ വിഷമങ്ങളാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിലേക്ക് നോക്കുന്ന റബ്ബേ, ഏതെല്ലാം വിഷമങ്ങളാണോ റബ്ബേ ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്നത്, അതും ഞങ്ങൾക്ക് ഓർമ്മയില്ലാത്തതും എന്തെല്ലാം ഷർറായ ഖലാഉകൾ ഞങ്ങൾക്കുണ്ടോ പടച്ചവനെ, എല്ലാം ഈ മാസത്തിൻ്റെയും രാവിൻ്റെയും മജ്‌ലിസിൻ്റെയും ഹുർമത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിന മുഅ്മിനാത്തുകളുടെ ഖൽബിലെ നിയ്യത്തുകളുടെ പുണ്യം കൊണ്ട് റഹ്മർ റഹീമേ, നീ തട്ടിദൂരത്താക്കണേ പടച്ചവനെ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ, സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹു, നിന്റെ കരുണ ഞങ്ങൾക്കുണ്ടാകണേ. ഇവിടെയും നാളെ മരണപ്പെടുമ്പോഴും ഹബീബിൻ്റെ മുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബിൻ്റെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ. അവിടെ നിഷ്ടപ്പെടുന്ന സുംറത്തിൽ സ്വീകരിക്കണേ പടച്ചവനെ. നാളെ നിന്നെ വന്ന് കാണാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ ഒരു മിഅ്റാജിൻ്റെ അനുഭവമാക്കി തരണേ പടച്ചവനെ. നിന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന ബോധ്യത്തിൽ നിസ്കരിക്കാൻ തൗഫീക്ക് തരണേ റബ്ബേ. 50 വഖത്തായി കൊടുത്ത് 5ആയി ചുരുക്കി തന്ന റബ്ബേ, നിന്റെ നിഅമത്തായ നിസ്കാരം
ബോധമുള്ള കാലം വരെ മരണം വരെ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മസ്ജിദുകളും മദ്രസകളും സ്ഥാപനങ്ങളും അല്ലാഹു ളാലിമീങ്ങളുടെയും ഖായിദീങ്ങളുടെയും എല്ലാവിധ മഖറിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ തമ്പുരാൻ. അതിൻ്റെ ഖാദിമീങ്ങളെ നീ നിന്റെ കാവലിലാക്കണേ പടച്ചവനെ. അല്ലാഹു ഈ ഉമ്മത്തിന് നീ സമാധാനം നൽകണേ റബ്ബേ. ഈ രാജ്യത്ത് സമാധാനം നിലനിർത്തണേ പടച്ചവനെ. സമാധാനത്തിന് മുറവിളി കൂട്ടുകയും ഈ ഉമ്മത്തിനോട് അന്ധമായ വൈരാഗ്യം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ ഹിദായത്ത് അർഹിക്കുന്നവരാണെങ്കിൽ ഹിദായത്ത് കൊടുത്ത് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഇല്ലെങ്കിൽ അവരെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ കാക്കണേ പടച്ചവനെ. അവരുടെ നാവിൽ നിന്നും എഴുത്തുകളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ അപേക്ഷകളാണ് റബ്ബേ, സ്വീകരിക്കാൻ കഴിവുണ്ടാകണേ റബ്ബേ. ബിജാഹി വഹഖ് നബിക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. ബഹുമാനപ്പെട്ട ഹാഷിർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് അവരുകളോടും ഇവിടുത്തെ ഉസ്താദുമാരോടും മുതഅല്ലിമീങ്ങളോടും കമ്മിറ്റി ഭാരവാഹികളോടുമൊക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഒരു പരിപാടി സെറ്റ് ചെയ്യുമ്പോൾ കുറേ ചിലവ് വന്നിട്ടുണ്ടാവും. എനിക്കിവിടെ വന്നു പോകാനുള്ള ടിക്കറ്റ് അടക്കമുള്ള ചിലവ്, ഈ മൈക്ക് സെറ്റ്, ഇതിനൊക്കെ നല്ല ചിലവുണ്ട്. കാരണം ആ ഒരു സംവിധാനം ഉണ്ടായത് എനിക്ക് നല്ല ചുമ ഉണ്ടായിരുന്നു. അതിനൊക്കെ ചുക്കാപ്പി കുടിച്ചിട്ടാണ് കയറിയത്. അത് ഒരു വിഷമില്ലാത്ത രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാൻ സാധിച്ചത് നല്ലൊരു സൗണ്ട് സിസ്റ്റം വെച്ചത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം പറയുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഭാരം തോന്നി, എന്താ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡിമാൻഡൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു അനിവാര്യതയായതുകൊണ്ടാണ്, വിഷമമെന്ന് വിചാരിക്കരുത്. അതിനുവേണ്ടി സുമനസ്സ് കാണിച്ച സംഘാടകരെ ഞാൻ ഒരിക്കലൂടെ അഭിനന്ദിക്കുകയാണ്. ഇതിനുവേണ്ടി ഖിദ്മത്തെടുത്ത എല്ലാ വളണ്ടിയർമാർ, നിർബന്ധമായും വാഹനങ്ങൾ നീക്കുന്നിടത്തും പുറത്തു പോകുമ്പോഴും വളണ്ടിയർമാർ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് കൃത്യമായും നിങ്ങൾ പാലിക്കണം. അത് ഈ പരിപാടിയോടുള്ളൊരു അച്ചടക്കമാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ വാഹനം നിർത്താൻ പറയുമ്പോൾ നിർത്തണം, പോകാൻ പറയുമ്പോൾ പോവുക. അങ്ങനെ നിങ്ങൾ സഹകരിക്കണം. വളണ്ടിയർമാർക്ക് വേണ്ടിയൊക്കെ ദുആയിരക്കണം. അല്ലാഹു അവർക്കൊക്കെ ഖൈറ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ബദ്രിയ ശരിയത്ത് കോളേജിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി അസീം ഉസ്താദ് സിംസാറുൽ ഹഖ് ദവിയുടെ സ്കെച്ച് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി കൈമാറുന്നു. സ്വീകരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെയും നൽകുവാൻ വേണ്ടി അസീമിനെയും സാദരം ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, 2 അറിയിപ്പുകൾ. ഒന്ന്, നിങ്ങൾ പോകുന്ന സമയത്ത് ബദ്രിയെ സഹായിക്കാനുള്ള സ്ലിപ്പ് കവാടങ്ങളിൽ ലഭ്യമാണ്. അതെല്ലാവരും ഒരു കോപ്പി കൊണ്ടുപോകണമെന്ന് സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു. ബദ്രിയെ സഹായിക്കാനുള്ള സ്ലിപ്പ് കവാടങ്ങളിൽ നമ്മളെ വളണ്ടിയേഴ്സിൽ നിന്ന് ലഭ്യമാണ്. അത് പ്രത്യേകം എല്ലാവരും കൈപ്പറ്റുക. മറ്റൊന്ന്, നമ്മൾ ഈ വിരിച്ച പ്ലാസ്റ്റിക് ഷീറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ അതിന് വേണ്ട ഉചിതമായ പരിഹാരം കാണാവുന്നതാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് ആവശ്യമുള്ളവർ സംഘാടകരുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. കനൽ പദങ്ങളുടെ കരയും കടലും കടന്ന് കാന്തദർശികളായ കർമ്മയോഗികൾ കാവൽ നിന്നു കാലത്തിനപ്പുറത്തെ കാഴ്ചപ്പാടിലേക്ക് കണ്ണറിയുന്ന കേരള മുസൽമാന്റെ കരുത്തിന്റെ കാവൽപ്പട സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമയുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ ആദർശ മഹാസമ്മേളനം ഈ വരുന്ന 29-ാം തീയതി PP ഉസ്താദ് നഗർ വേങ്ങരയിൽ വെച്ച് അരങ്ങേറുമ്പോൾ മുഴുവൻ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു മലപ്പുറം സമസ്ത കേരള ജമഅത്തുൽ ഉലമ ആദർശ മഹാസമ്മേളനത്തിലേക്ക്. മഹത്തായ ഈ പ്രോഗ്രാമിന് നന്ദി പറയുവാൻ വേണ്ടിയിട്ട് ബദരിയ സ്റ്റുഡന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷിബിലി കാളാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വളണ്ടിയേഴ്സ് പോവരുത്. വളണ്ടിയേഴ്സ് നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും വളണ്ടിയേഴ്സും ഈ ഗ്രൗണ്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ പിരിയാവൂ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ബദരിയ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്വഹാബയും വിദ്യാർത്ഥി യൂണിയൻ PSIയും സംയുക്തമായി സംഘടിപ്പിച്ച ഉസ്താദ് സിംസാർ ഹഖുദവിയുടെ മിഅ്റാജ് പ്രഭാഷണത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സഹകരിച്ച എല്ലാവർക്കും ഉച്ചവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി 3 സലാത്തോടുകൂടി പിരിച്ചുവിടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.